ടൊവിനോയുടെ 50ാമത്തെ ചിത്രം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണോ AR? നെഗറ്റീവ്സ് എന്താണ്? AR അജയന്റെ രണ്ടാം മോഷണം, ടൊവിനോ തോമസിന്റെ 50ാമത് ചലച്ചിത്രം. അതിത്തിരി ഗംഭീരാവണം എന്ന് ടൊവിനോയ്ക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ 50ാമത് ചലച്ചിത്രം ഈ രീതിയിലൊരു ഗംഭീര പെർഫോമൻസ്, ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ, എന്ന ലേബലിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിപ്പോ പുറത്തിറങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ ആ ലെവലിലേക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും AR എന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ടൊവിനോയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇതിന്റെ സംവിധായകൻ ജിതിൻ ലാൽ, അതുപോലെ തന്നെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സുജിത് നമ്പ്യാർ, സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോൺ, അതുപോലെ തന്നെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഷമീർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ദിബു നൈനാൻ തോമസ്. ഈ ആളുകളെ പേരുകൾ മാത്രം ഞാനൊന്നിങ്ങനെ എഴുതിയെടുത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആളുകൾ നമ്മൾ ഈ സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്. ഓരോ പാർട്ടും, ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓരോ പാർട്ടും അതിഗംഭീരമായി ചെയ്തിരിക്കുന്ന 5-6 പേരാണ്. ഇവർ ഈ സിനിമയുടെ നട്ടെല്ലാണ്. ടൊവിനോ തോമസിന്റെ അഴിഞ്ഞാട്ടം, അല്ലെങ്കിൽ ടൊവിനോ തോമസിന് വേണ്ടി മാത്രം ഒരുക്കിയ ചലച്ചിത്രം, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് അതിഗംഭീരമായ പ്രകടനം, അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും വേണ്ടി ഒരുക്കിയ കഥയും തിരക്കഥയും മേക്കിങ്ങും എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. മാത്രമല്ല ടൊവിനോയുടെ കരിയറിലെ ദ ബെസ്റ്റ് പെർഫോമൻസ്. 3 കഥാപാത്രങ്ങളെ, കേളു എന്ന യോദ്ധാവിനെ, അതുപോലെ തന്നെ മണിയൻ എന്ന് പറയുന്ന കള്ളനെ മനോഹരമായി ഗംഭീര പ്രകടനം നടത്തിയിരിക്കുന്നു. ടൊവിനോയുടെ 3 ക്യാരക്ടറിൽ രണ്ടാമത്തെ ക്യാരക്ടറുള്ള മണിയൻ അതിഗംഭീരമായ ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാൻ ടൊവിനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 3ാമത്തെ ക്യാരക്ടർ മണിയന്റെ ചെറുമകനായ അജയൻ എന്ന് പറയുന്ന സാധാരണ ഒരു മനുഷ്യന്റെ കഥാപാത്രം. ഇങ്ങനെ 3 കഥാപാത്രങ്ങളിൽ നിറഞ്ഞാടി ടൊവിനോ തോമസ് ഇങ്ങനെ കേരളക്കരയിലെ ഏറ്റവും മികച്ച നടന്മാരുടെ കൂട്ടത്തിലേക്ക്, യുവാക്കളുടെ കൂട്ടത്തിലേക്ക് ഗംഭീരമായ പ്രകടനം നടത്തിക്കൊണ്ട് തൻ്റെ കസേര ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇതിനകത്ത് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് ഒന്ന്, എനിക്ക് ആ നായിക കഥാപാത്രം തെലുങ്ക് നടിയാണ് കൃതി ഷെട്ടി. അവര് നല്ലൊരു ശാലീന സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടുള്ള പ്രണയ സീനുകളും ടൊവിനോയോടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ അതിഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ തന്നെ ജഗദീഷിന് ഈയിടെ കിട്ടുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ വേറിട്ട ഒരു മുഖമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിഷ്കിന്ധ കാണ്ഡം പറഞ്ഞ സമയത്തും ഞാൻ ജഗദീഷിന്റെ പേര് എടുത്തു പറഞ്ഞിരുന്നു. ജഗദീഷ് വളരെ വ്യത്യസ്തമായ ഒരു റോള് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ കഥയിലേക്ക് നമ്മൾ ആ രീതിയിലേക്ക് കടക്കുന്നില്ല. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് AR എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് OTT-യിലോ നമ്മുടെ ടെലിവിഷനിലോ നമ്മൾ വരുമ്പോൾ കണ്ടാൽ ഒരു പക്ഷേ ഈ സിനിമയാണോ തിയേറ്ററിൽ വമ്പൻ പ്രകടനം നടത്തിയെന്ന് ആളുകൾ പറഞ്ഞ സിനിമ എന്ന് ചിലപ്പോൾ തിയേറ്ററിൽ കാണാതെ TV-യിലോ മറ്റോ വാച്ച് ചെയ്യുന്നവർക്ക് അത്തരത്തിലൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. കാരണം തിയേറ്റർ നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ കളറിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ശബ്ദം, ലൈറ്റിങ്, ഇത്തരം ഘടകങ്ങളെല്ലാം ഒത്തുചേർന്ന വലിയൊരു മേക്കിംഗ്, ഒരു പാൻ ഇന്ത്യൻ മേക്കിംഗ് തന്നെ മലയാളത്തിൽ സംഭവിച്ചിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. ഈ സിനിമ നിർബന്ധമായും നമുക്ക് ഒരു സിനിമ എന്ന രീതിയിൽ വലിയൊരു അനുഭവം തിയേറ്ററിൽ നിന്ന് നൽകും. അതിന് ജിതിൻ ലാൽ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകന്റെ പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, ഇത്തരത്തിലൊരു സബ്ജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ആ സബ്ജക്റ്റിനെ പഴയ കാലഘട്ടത്തിനെ അവർ ചെയ്യാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ ഈ ഒരു തരത്തിൽ മേക്ക് ചെയ്യാം എന്നുള്ള ഒരു പുതുമുഖ സംവിധായകന്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് കയ്യടി അർഹിക്കുന്നതാണ്. മാത്രമല്ല സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയ തിരക്കഥയിൽ അദ്ദേഹം ഗംഭീര പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ തുടക്കത്തിൽ എടുത്തു പറഞ്ഞ ഇതിന്റെ തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാർ,
അദ്ദേഹം നല്ലൊരു സ്റ്റഡി നടത്തിയിട്ട് മികച്ച ഒരു തിരക്കഥ, കെട്ടുറപ്പുള്ള ഒരു തിരക്കഥ ഉണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ സിനിമയെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്താണ് ഒന്നുകൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. മികച്ച രീതിയിൽ എവിടെയും പാളിപ്പോകാത്ത രീതിയിൽ സ്ക്രിപ്റ്റ് അദ്ദേഹം കൈകാര്യം ചെയ്തു. എഡിറ്റിംഗ് ഷമീറാണ്. ഷമീർ ഇതിന്റെ എഡിറ്റിംഗ് വളരെ വൃത്തിയായി, നമുക്ക് മണിയന്റെ കഥാപാത്രത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് അജയന്റെ കാലഘട്ടത്തിലേക്ക് വരും. അജയന്റെ കാലഘട്ടത്തിൽ നിന്ന് പതുക്കെ വഴുതി തെന്നി മാറി മണിയന്റെ കഥ വീണ്ടും പറയും. ഇങ്ങനെ ക്ലൈമാക്സിലും മാറി മറിഞ്ഞും അജയന്റെയും മണിയന്റെയും കഥകൾ മാറി മാറി പറഞ്ഞ ആ എഡിറ്ററുടെ ഒരുപാട്, എഡിറ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് റിസ്ക് ഉണ്ടായ ഒരു സിനിമ കൂടിയായിരിക്കും ഒരു പക്ഷേ ഇത്. ജോമോൻ ടി ജോൺ ആണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായ ക്യാമറ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഭാഗവും ഡയറക്ടർ അതുപോലെ തന്നെ തിരക്കഥ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വരുമ്പോൾ ഇതിന്റെ ഈ ക്യാമറയുടെ ഭാഗം ഒരിക്കലും മോശമാവാൻ പാടില്ല. ഓരോ ഫ്രെയിമുകളും നമുക്ക് അതിഭംഗിയുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക ഫീൽ ചെയ്യിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. നന്നായി ഷൂട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുന്ന തരത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജോമോൻ ടി ജോണിന് നല്ലൊരു കൈയടി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ദിബു നൈനാൻ തോമസിന്റെ മ്യൂസിക്, സംഗീതം ഉപരാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ പോലെ ഒരേ പൊളി എന്ന് പറയില്ലേ, അത്ര ഗംഭീരമായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ആ അവസാനത്തെ ക്ലൈമാക്സ് സീനിന്റെ ആ തൊട്ടു മുമ്പ് ഒരു വിളക്കും കൊണ്ട് അജയന്റെ അമ്മ വരുന്ന ഒരു സീനുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിക്കും ഒരു പാട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ഭാഗത്തും എടുത്തു പറയുകയാണെങ്കിൽ മണിയന്റെ ഒക്കെ എൻട്രി ഇങ്ങനെ പല 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 ഭാഗത്തും എവിടെയൊക്കെ എടുത്തു പറയണമെന്നറിയില്ല, അത്തരം ഭാഗങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഈ മികച്ച സിനിമയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് എനിക്ക് തോന്നിയത്, അത് മൈ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം, ബേസിലിന്റെ ക്യാരക്ടറിന് ഒരു പഞ്ച് കിട്ടിയില്ല. എന്തുകൊണ്ട് ബേസിലിനെ ആ ഒരു സ്ഥലത്തേക്ക് കാസ്റ്റ് ചെയ്തു എന്ന് തോന്നിപ്പോയി ചില പ്രകടനങ്ങൾ കണ്ടപ്പോൾ. അവിടെ ഒരു ചെറിയ മൈനസ് പറയുമ്പോൾ ഒരു പേടിയാ. എന്നാലും മൈ ഒപ്പീനിയൻ, ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. ചില സ്ഥലങ്ങളിൽ അനാവശ്യമായ തമാശകൾ കുത്തിക്കയറ്റിയോ എന്നും തോന്നി. ഈ സിനിമയുടെ ഒരു തമാശയുടെ പാർട്ടിന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ചില കൗണ്ടർ അതുപോലെ തന്നെ ചില തമാശയുടെ പിടിക്കൈകളൊക്കെ ചേർത്ത് ബേസിലൊക്കെ വരുന്ന ക്യാരക്ടർ തന്നെയാണ് അതുള്ളത്. അപ്പോൾ അത് മാത്രമാണ് ഒരു ചെറിയ, പറയണമെങ്കിൽ കുറ്റം പറയുമ്പോൾ എന്തെങ്കിലും കുറ്റം പറയാമെന്ന് അറിയില്ലേ, അങ്ങനെ കുറ്റം പറയണമെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ തിയേറ്ററിൽ അതിഗംഭീരമായി നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് എൻഗേജ് ചെയ്ത് സിനിമയിൽ നിന്ന്, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാണ്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ ARM.